നമസ്കാരം. ഇന്ന് ലോക രാഷ്ട്രീയത്തെയും സുരക്ഷാ സാഹചര്യങ്ങളെയും ആശങ്കയിലാഴ്ത്തുന്ന ഒരു പ്രധാന വാർത്തയിലേക്കാണ് ലോകമുണർന്നത്. മധ്യപൂർവേഷ്യയിൽ വീണ്ടും സംഘർഷം കത്തിപ്പടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇറാനോട് അമേരിക്ക ആഴ്ചകൾ നീളുന്ന കരസേനാ നീക്കത്തിന് ഒരുങ്ങുന്നതായി പുറത്തുവരുന്ന അവസാന റിപ്പോർട്ടുകൾ ലോകത്തെ അതീവ ജാഗ്രതയിലാക്കിയിരിക്കുകയാണ്. പ്രമുഖ അമേരിക്കൻ മാധ്യമമായ ദ വാഷിംഗ്ടൺ പോസ്റ്റ് പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നത് ഇതൊരു പൂർണ്ണമായ യുദ്ധമോ തുറന്ന അധിനിവേശമോ ആയിരിക്കില്ല എന്നതാണ്. മറിച്ച് പ്രത്യേക സേനാ വിഭാഗങ്ങളെ ഉപയോഗിച്ചുള്ള കൃത്യമായ ലക്ഷ്യബദ്ധമായ ആക്രമണങ്ങളായിരിക്കും നടക്കുക. റിപ്പോർട്ടുകൾ പ്രകാരം ഇറാനിലെ ഖാർഗ് ദ്വീപും ഹോർമൂസ് കടലിടുക്കും ഈ സൈനിക നീക്കത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങളാണ്. ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണ ഗതാഗത പാതകളിൽ ഒന്നായ ഹോർമൂസ് കടലിടുക്ക് ഏതെങ്കിലും രീതിയിൽ അസ്ഥിരമാകുന്നത് ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്കു തന്നെ വലിയ ആഘാതം ഉണ്ടാക്കാൻ ഇടയുള്ളതാണ് എന്ന് ഇതിനോടകം തന്നെ ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അതിനാൽ തന്നെ ഈ നീക്കങ്ങൾ ഒരു സാധാരണ സൈനിക നടപടി മാത്രമല്ല, ലോക സാമ്പത്തിക സുരക്ഷയ്ക്കും ഒരു വെല്ലുവിളിയാണെന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്. ഇതിനിടെ അമേരിക്കൻ സൈന്യം പ്രദേശത്തേക്ക് കൂടുതൽ സൈനികരെ വിന്യസിച്ചിട്ടുണ്ടെന്ന വിവരവും പുറത്തു വന്നിട്ടുണ്ട്. ഇതൊരു മുന്നൊരുക്ക നടപടിയാണോ അല്ലെങ്കിൽ വലിയൊരു നീക്കത്തിനുള്ള തുടക്കമോ എന്നത് ഇപ്പോഴും വ്യക്തമായിട്ടില്ല. ഈ നീക്കങ്ങൾ അമേരിക്കൻ പ്രസിഡന്റ് അന്തിമ അനുമതി നൽകുമോ എന്ന കാര്യത്തിലും അനിശ്ചിതത്വം തുടരുകയാണ്. എന്നാൽ ഈ സാഹചര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. ലോകം വീണ്ടും ഒരു വലിയ യുദ്ധത്തിന്റെ അരികിലേക്ക് നീങ്ങുകയാണ്. മധ്യപൂർവേഷ്യയിൽ നേരത്തെ തന്നെ നിലനിൽക്കുന്ന സംഘർഷങ്ങൾക്കിടയിൽ ഇത്തരത്തിലുള്ള സൈനിക നീക്കങ്ങൾ സ്ഥിതി കൂടുതൽ വഷളാക്കുമെന്ന ആശങ്ക ശക്തമാണ്. ഇറാനും അമേരിക്കയും തമ്മിലുള്ള ബന്ധം ഇതിനകം തന്നെ അതീവ സംഘർഷഭരിതമാണ്. അതിനൊപ്പം ഇസ്രയേലിന്റെ പങ്കും ഈ മേഖലയിലെ രാഷ്ട്രീയ സൈനിക സമവാക്യങ്ങളെ കൂടുതൽ സങ്കീർണമാക്കി കഴിഞ്ഞു. ഇസ്രായേലിന്റെ സുരക്ഷയെ മുൻനിർത്തിയാണ് പലപ്പോഴും അമേരിക്ക ഈ മേഖലയിലെ ഇടപെടലുകൾ ശക്തമാക്കുന്നത് എന്ന വിമർശനം വർഷങ്ങളായി ഉയർന്നു വരുന്നത്. ഇപ്പോഴത്തെ സാഹചര്യത്തിലും അതേ വിമർശനമാണ് വീണ്ടും ശക്തമായി ഉയരുന്നത്. അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഇറാനെതിരെ സമ്മർദ്ദം വർദ്ധിപ്പിക്കുകയാണെന്ന ആരോപണങ്ങൾ അന്താരാഷ്ട്ര വേദികളിൽ ശക്തമാവുകയാണ്. വിമർശകർ പറയുന്നത് ഈ നീക്കങ്ങൾ സമാധാന ശ്രമങ്ങളെ തകർക്കുന്നതാണ് എന്നാണ്. ഒരു രാജ്യത്തിന്റെ സാർവഭൗമത്വം മാനിക്കാതെ നടത്തുന്ന ഇത്തരം സൈനിക ഇടപെടലുകൾ അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് വിരുദ്ധമാണ് എന്നും അവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പ്രത്യേക സേനകളുടെ ആക്രമണങ്ങൾ ചെറിയ തോതിലുള്ളതാണ് എന്ന് പറഞ്ഞാലും അതിന്റെ പ്രത്യാഘാതങ്ങൾ വലുതായിരിക്കും എന്നതാണ് യാഥാർത്ഥ്യം. ഇത്തരത്തിലുള്ള ലക്ഷ്യബദ്ധമായ ആക്രമണങ്ങൾ പലപ്പോഴും പ്രതികാര നടപടികൾക്ക് വഴിവെക്കുന്നു. ഇറാൻ ഇതിനെതിരെ ഇനിയും ശക്തമായി പ്രതികരിച്ചാൽ അതൊരു പരിമിത സംഘർഷമായി തുടരുകയല്ല, മറിച്ച് വലിയ യുദ്ധത്തിലേക്ക് വ്യാപിക്കാനുള്ള സാധ്യത വളരെ അടുത്താണ്. അതോടെ മധ്യപൂർവേഷ്യ മുഴുവനും അസ്ഥിരതയിലേക്കും കലാപത്തിലേക്കും നീങ്ങും. ഇതോടൊപ്പം മനുഷ്യാവകാശ പ്രശ്നങ്ങളും ഗുരുതരമാകും. യുദ്ധം എപ്പോഴും സാധാരണ ജനങ്ങളെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. കുടിയൊഴിപ്പിക്കൽ, ഭക്ഷ്യക്ഷാമം, ആരോഗ്യ പ്രശ്നങ്ങൾ ഇതെല്ലാം വീണ്ടും ശക്തമാകാനുള്ള സാധ്യത മുന്നിലുണ്ട്. അമേരിക്കയും ഇസ്രായേലും പിന്തുടരുന്ന സൈനിക നയങ്ങൾ സമാധാനത്തിന് വഴിയൊരുക്കുന്നതല്ല, മറിച്ച് സംഘർഷം വർദ്ധിപ്പിക്കുന്നതാണ് എന്നതാണ് പല അന്താരാഷ്ട്ര നിരീക്ഷകരുടെയും വിലയിരുത്തൽ. സംവാദവും നയതന്ത്രവും മാറ്റി നിർത്തി സൈനിക ശക്തിയെ ആശ്രയിക്കുന്ന സമീപനം ദീർഘകാലപരമായി അപകടകരമാണ് എന്ന് അവർ മുന്നറിയിപ്പ് നൽകി. ഇതിനിടെ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ പ്രതികരണവും നിർണായകമാണ്. ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെയുള്ള സംഘടനകൾ ഈ വിഷയത്തിൽ ശക്തമായ ഇടപെടൽ നടത്തേണ്ടതുണ്ട് എന്നാണ് ആവശ്യങ്ങൾ ഉയരുന്നത്. സമാധാന ചർച്ചകൾ പുനരാരംഭിക്കുകയും എല്ലാ പക്ഷങ്ങളും ആത്മസംയമനം പാലിക്കുകയും ചെയ്യേണ്ട സമയം ഇതാണ്. ഈ റിപ്പോർട്ടുകൾ ശരിയാണെങ്കിൽ ലോകം വീണ്ടും ഒരു നിർണായക വഴിത്തിരിവിലാണ് നിൽക്കുന്നത്. ചെറിയൊരു സൈനിക നീക്കം പോലും വലിയ യുദ്ധത്തിന് തുടക്കമാകാമെന്ന തിരിച്ചറിവ് ഇപ്പോൾ അത്യന്താപേക്ഷിതമാണ്. യുദ്ധം ഒരു പരിഹാരമല്ല, അത് പ്രശ്നങ്ങളെ കൂടുതൽ വഷളാക്കുന്ന ഒരു അപകടകരമായ വഴി മാത്രമാണ്. സമാധാനവും നയതന്ത്രവും മാത്രമാണ് ദീർഘകാല സ്ഥിരതയ്ക്ക് വഴിയൊരുക്കുക. ഇതൊരു വാർത്ത മാത്രമല്ല, ലോകം എങ്ങോട്ട് പോകുന്നു എന്നതിനെ കുറിച്ചുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ്.